കോഴിക്കോട്ടെ എള്ളേറ്റിൽ പന്നൂർ പ്രദേശങ്ങളിൽ തെരുവ് നായുടെ ആക്രമണം. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. രാഹുൽ കെ വിവരങ്ങളുമായിട്ട്. രാഹുൽ, പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? നിവിഷ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. അതുപോലെ ചെറിയ മുറിവ്, ശരീരത്തിൽ ചെറിയ മുറിവ് ഏറ്റവരുണ്ട്. തെരുവുനായ ആക്രമണം എന്ന് പറയുന്നത് ഒരു അവസാനിക്കുന്ന അധ്യായമായി മാറുന്നില്ല എന്നതാണ്. എളേറ്റിൽ പന്നൂർ പ്രദേശങ്ങളിലാണ് ഇന്ന് നായയുടെ ആക്രമണം ഉണ്ടായത്. ഒരു 2.5 വയസ്സുകാരൻ, 3.5 വയസ്സുകാരൻ, 7 വയസ്സുകാരൻ ഉൾപ്പെടെയാണ് 8 പേർക്ക് കടിയേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് നായയുടെ ആക്രമണം തുടങ്ങുന്നത്. അതായത് നായ ഈ പ്രദേശമാകെ ഓടി നടന്ന് കൺമുന്നിൽ കണ്ട ആളുകളൊക്കെ കടിക്കുകയായിരുന്നു. പന്നൂർ എടവലത്ത് വീട്ടമ്മയാണ് ആദ്യം നായ കടിക്കുന്നത്. ഇവരുടെ കൈ നായ കടിച്ചു പറിച്ചു. പിന്നീട് എളേറ്റിൽ ചോലയിൽ ഭാഗത്തേക്ക് നായ ഓടിപ്പോവുകയായിരുന്നു. ഇവിടെ വെച്ചാണ് 7 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ളവരെ നായ ആക്രമിക്കുന്നത്. പിന്നീട് തറവൽ ഭാഗത്തേക്ക് നായ ഓടിപ്പോകുന്നു. ഇവിടെ വെച്ച് 2.5 വയസ്സുകാരനെയും 3 വയസ്സുകാരനെയും നായ കടിക്കുകയാണ് ഉണ്ടായത്. ആയാലും ഈ നായയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പരിക്കേറ്റവർ ചികിത്സയിലാണ് ഉള്ളത്. ശരി, രാഹുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.